ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇപ്പോൾ സമയം 2:30 നോട്ട് PM, ഇറ്റ്സ് AM. അതെ, അപ്പോൾ പുലർച്ചെ 2:30 ഇപ്പോൾ സമയം. ഇന്ന് നോമ്പ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് അത്യാവശ്യമായി പുറത്ത് പോകണ്ടായിരുന്നു. അപ്പോൾ പിന്നെ തിരിച്ച് വന്നപ്പോൾ ഒരുപാട് ലേറ്റായി. അപ്പോൾ ഏതായാലും ഇനി അത്താഴം കഴിഞ്ഞിട്ട് കിടക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എല്ലാവരും ഓരോ കാര്യങ്ങളിലായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് പേപ്പേഴ്സും കൂടി വരയ്ക്കാനുണ്ട്. കുറച്ചധികം വരയ്ക്കാനുണ്ട്. അപ്പോൾ കുറേശ്ശെ അങ്ങനെ വരച്ച് തീർക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ സെക്കൻഡ് സെമ്മിൻ്റെ റിസൾട്ടിൽ 3 സബ്ജക്റ്റിൻ്റെ റിസൾട്ട് മാത്രമേ വന്നിട്ടുള്ളൂ. ബാക്കിയുള്ള വന്നിട്ടുണ്ടോയെന്ന് ഇങ്ങനെ ഇടയിൽ ഞാൻ ചെക്ക് ചെയ്ത് നോക്കുമായിരുന്നു. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. പക്ഷേ വന്നിട്ടില്ല, 3 തന്നെ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇനി ബാക്കിയുള്ള വരുമായിരിക്കും എപ്പോഴെങ്കിലുമൊക്കെ. ഒരുമിച്ചിട്ടുള്ള റിസൾട്ട് വരാറ് അങ്ങനെ ഓരോ സബ്ജക്റ്റിൻ്റെ ഒക്കെ ആയിട്ട് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് അതുപോലെ ലൈനുകളൊക്കെ വരച്ചു. പിന്നെ ഇന്ന് വീട്ടിൽ താത്താരും കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും അത്താഴത്തിന് ഇന്ന് ഓട്സാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാല് ഒഴിച്ചു. പിന്നെ ഓട്സ് ഞാൻ കുറച്ച് നേരത്തെ തിളച്ച വെള്ളത്തിലൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ പാല് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് കുതിർത്തി വെച്ചിട്ടുള്ള ഓട്സ് ഇട്ടു. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് വേവിച്ച് വെന്ത് വന്നപ്പോൾ കുറച്ച് ഡേറ്റ്സ് ഇട്ട് കൊടുത്തു മധുരത്തിന് വേണ്ടിയിട്ട്. വേറെ മധുരം നമുക്ക് വലിയവർക്ക് ആഡ് ചെയ്തിട്ടില്ല. പിന്നെ കുട്ടികളുണ്ടായിരുന്നു, അവർക്കൊക്കെ വേറെ കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ അതിൽ കുറച്ച് ഫ്രൂട്ട്സ് കൂടി ഇട്ട് കൊടുത്തു. റോബസ്റ്റ് പഴം, ആപ്പിളും, അത് രണ്ടുമാണ് ഇപ്പോൾ അതിലിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അത്താഴം കഴിച്ച് എല്ലാവരും കിടന്നു. പിന്നെ ഇതിപ്പോൾ സമയം ഒരു ഉച്ച 1:30-2 മണി ആ ടൈമാണ്. അപ്പോൾ ഞാൻ ഇന്ന് വെള്ളപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത് വൈകുന്നേരത്തേക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരി വെള്ളത്തിയിട്ടു. പിന്നെ കുറച്ച് അവലും കുതിർത്താൻ വേണ്ടി വെച്ചു. ഇനി ഇപ്പോൾ പിന്നെ വൈകുന്നേരം ഒരു 5:30-6 മണിയായപ്പോൾ ആണ് ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. അപ്പോൾ 2 ഗ്ലാസ് അരിക്ക് ഞാൻ 1 മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അവലും പിന്നെ അതുപോലെ ആ തേങ്ങയുടെ വെള്ളവും എടുത്തിട്ടുണ്ടായിരുന്നു. അത് അരച്ചിട്ട് ഒരിത്തിരി ഈസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അരക്കുക. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ അതവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 5 മണി 5:30 ആ ടൈമാണ്. ആ ടൈമിലാണ് ഞാനത് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇനി അതിലേക്കുള്ള മുട്ടക്കറി വേഗം ഉണ്ടാക്കി വെക്കാൻ വിചാരിച്ചു. അപ്പോൾ വെളിച്ചെണ്ണ വെച്ചു, ഉള്ളി വഴറ്റാൻ വെച്ചു. അതിൽ ഏലക്ക, പിന്നെ ഗ്രാമ്പു, പട്ട അതെല്ലാം ഇട്ട് കൊടുത്തു. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പച്ചമുളക് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് ഒരു തക്കാളി ഇട്ട് കൊടുക്കും. ചെറിയ തക്കാളിയാണ്, അതിട്ട് കൊടുത്തിട്ടുണ്ട്. അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് വെന്തോളും. പിന്നെ അതിലേക്ക് മസാലപ്പൊടിയിലൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ ഇത്തിരി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി ആവശ്യമില്ല, എന്നാലും ഒരിത്തിരി ഇട്ട് കൊടുത്താൽ ടേസ്റ്റ് ഉണ്ട്. മല്ലിപ്പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗരം മസാല പൗഡർ ഇത്ര ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ആ പൊടികളുടെ ഒക്കെ ഒരു പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അത് നമ്മൾ തേങ്ങ വറുത്തരച്ചിട്ടാണ് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അധികം വെള്ളം ഒഴിക്കണ്ട, കുറച്ച് അതൊന്ന് മിക്സ് ആകാനുള്ള ആ പൊടികളും ആ ഉള്ളിയൊക്കെ കൂടി ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചാൽ മതി. പിന്നെ കോഴിമുട്ട നമുക്ക് ആവശ്യത്തിന് എടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ 3 കോഴിമുട്ടയാണ് എടുക്കുന്നത്. അത് അങ്ങനെ കലക്കി പൊരിച്ചിട്ട് പീസാക്കി ഇട്ട് കൊടുക്കുകയും ചെയ്യുന്നത്. ഇതിൽ ഉപ്പും കാര്യങ്ങളൊന്നും ഇപ്പം ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. വേണ്ടവർക്ക് ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇടാം. അത് പൊരിച്ചു അപ്പോൾ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്തിട്ട് ആ കറിക്ക് അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ മസാലയും ഒക്കെ അതിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉപ്പ് ഇട്ടിട്ടില്ല, കോഴിമുട്ടയിൽ ഉപ്പ് ഇട്ടിട്ടില്ല, പിന്നെ ഉള്ളി വാട്ടുന്നതിൽ ഉപ്പ് ഇട്ടിട്ടില്ല. സത്യം പറഞ്ഞാൽ കറി ഞാൻ ഉപ്പിടാൻ മറന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നോമ്പൊക്കെ നമ്മൾ കഴിക്കാൻ നേരത്തെ ടേസ്റ്റ് നോക്കിയപ്പോഴാണ് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ തേങ്ങ വറുത്തരച്ചതും കൂടിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ കറി തൂമിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പാത്രത്തിൽ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട്, ഇത് ചെറിയുള്ളിയിൽ തൂമിക്കുന്നതാണ് ടേസ്റ്റ് ഉണ്ടാവുക. കടുക് പൊട്ടിക്കുന്നതിനേക്കാൾ ചെറിയുള്ളി ഇട്ടിട്ട് അങ്ങനെ തൂമിക്കുന്നതാണ്
വറവിടുന്നതാണ് നല്ലത്. വെളിച്ചെണ്ണ വെച്ചു, ചൂടായപ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തു. എന്നിട്ട് അതൊന്ന് മൂപ്പിക്കുക നന്നായിട്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നേരെ കറിയിലേക്ക് ഒഴിക്കുക. ഒഴിച്ചു കൊടുക്കുക. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള മുട്ടക്കറി റെഡിയായി. പിന്നെ അത് മാറ്റി വെക്കാം. കറിയുടെ പണി ആദ്യം തീർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനമാണല്ലോ. പിന്നെ ഇനി നമ്മൾ അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് മുളക് ബജിയാണ്. അപ്പോൾ ഈ കറിയിൽ ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി തൂവി കൊടുക്കുന്നുണ്ട് കേട്ടോ. വെറുതെ ഒരു രസത്തിന്, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇനി അടുത്ത നമ്മൾ മുളക് ബജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മിക്സ് തയ്യാറാക്കുകയാണ്. ഒരു 4 ടേബിൾ സ്പൂണ് കടലപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഇത്തിരി ബേക്കിംഗ് പൗഡർ, പിന്നെ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടി, മുളക് പൊടി. ഇവിടെ കുട്ടികളൊന്നും കഴിക്കില്ല, ഞാനും കഴിക്കില്ല, അതുകൊണ്ട് ഇക്കാക്ക് മാത്രം ഉണ്ടാക്കണം. അപ്പോൾ ഇക്കാക്ക് അത്യാവശ്യം എരിവൊക്കെ ഇഷ്ടമാണ്, അതുകൊണ്ട് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ഇത്തിരി. ഇപ്പോൾ നമ്മൾ ആകെ 2 മുളക് പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള അത്ര ക്വാണ്ടിറ്റി എടുക്കണുള്ളൂ. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് ഗ്ലാസ്സിൽ മിക്സ് ചെയ്യാൻ കാരണം ഇങ്ങനെ മുളക് കുത്തിയിട്ട് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിനേക്കാൾ ബെറ്റർ പാത്രത്തിൽ തന്നെയാണ്, കുറച്ച് കുഴിയുള്ള പാത്രത്തിലാണ്. പക്ഷെ അത് ഓവർ ക്വാണ്ടിറ്റി എടുക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെയാണ്. ഇനി കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് അടിയിലൊക്കെ ചിലപ്പോൾ പൊടി അങ്ങനത്തെ ഉണ്ടാവും നനയാതെ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. കട്ടൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടുക. ഇനി അതിലേക്ക് വെറുതെ ആർഭാടത്തിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുരിഞ്ഞ് വരുമ്പോൾ അതിന് പുറത്ത് കാണാൻ ഭംഗി ഉണ്ടാവും എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഇട്ട് കൊടുത്തത്. പക്ഷെ മുരിഞ്ഞ് വന്നപ്പോൾ അതൊക്കെ ഉള്ളിലായിരുന്നു തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ അതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് അവിടെ വെക്കുന്നുണ്ട്. ഒരു 5-10 മിനിറ്റ് അവിടെ അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. ഇനി അതിൻ്റെ ഉള്ളിലേക്ക്, മുളകിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിംഗ് ആയിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കുകയാണ്. തേങ്ങ, ഒരു 1-2 ഒരു പുളി, പിന്നെ കുറച്ച് പുതിന, കുറച്ച് വെള്ളം, ഉപ്പ്. ഈ വെള്ളത്തിന് പകരം സുർക്ക വേണമെങ്കിൽ അങ്ങനെ ഒഴിക്കാം കേട്ടോ. അപ്പോൾ അതിട്ടു. മുളക് ഞാൻ ആദ്യം നടു കീറിയിട്ട് ഉപ്പും സുർക്കയും കൂടിയിട്ടുള്ള വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. പിന്നെ അപ്പോൾ നമ്മുടെ ആ ചമ്മന്തി അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. ആകെ 2 മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. 2 മുളകിൻ്റെ ഉള്ളിലും ചമ്മന്തി ഫില്ല് ചെയ്ത് കൊടുത്തു. നടു സിസ്റ്റം ചെറുതായിട്ട്. അപ്പോൾ അതൊന്നും കൂടെ സെറ്റാകാൻ വെച്ചിട്ട് കുറച്ച് ഉള്ളിവടയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ഉള്ളി ഉണ്ടാവും. ഒരു ഉള്ളി ഏകദേശം കണക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മുന്നേ അരിഞ്ഞ് വെച്ചിട്ടുള്ള. അപ്പോൾ അത് അധികം ഒരു വീഡിയോ എടുത്തതാണ്. ഓക്കെ, അപ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ഒരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുത്തു, ഒന്ന് ക്രിസ്പിനെസ് വരാൻ വേണ്ടിയിട്ട്. പിന്നെ കടലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. കടലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കുരുമുളക് പൊടി, അതുപോലെ ഗരം മസാലപ്പൊടി, അതൊക്കെ ജസ്റ്റ് ഫ്ലേവറിന് വേണ്ടിയിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൽ ഞാൻ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടില്ല, കാരണം കുട്ടികളൊക്കെ കഴിക്കുന്നതുകൊണ്ട് കടിക്കുന്നവർക്ക് മുളക് കടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. അതിന് പകരം കുറച്ചുകൂടി കൂടുതലായിട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, എരിവൊന്ന് ഇതായി ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂട്ടിയിട്ട് നന്നായിട്ട് ആദ്യം ഈ പൊടികളും ഉള്ളിയെല്ലാം കൂടി നന്നായിട്ടൊന്ന് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി മിക്സ് ചെയ്യുക.
എന്നിട്ട് പിന്നെ ആവശ്യത്തിന് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഉള്ളിവടയുടെ ആ ഒരു കൂട്ട് തയ്യാറായിട്ടുണ്ട്. ഇതിൽ കറിവേപ്പില അതുപോലെ ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഇലകളൊക്കെ ചേർക്കാം, പക്ഷെ ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ അതും അവിടെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട്, അത് ഇവിടെ നമ്മുടെ പറമ്പിലുണ്ടായിട്ടുള്ള ചീരയാണ്. ഇപ്പോൾ നമ്മളധികം അങ്ങനെ ചോറും കാര്യങ്ങളും ഉണ്ടാക്കാത്തതുകൊണ്ട് അപ്പത്തിൻ്റെ കൂടെ അങ്ങനെ കഴിക്കാൻ നല്ലതല്ലേ ചീരയൊക്കെ കഴിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചുവന്ന ചീരയാണ്. അപ്പോൾ അതൊന്ന് അരിഞ്ഞെടുത്തിട്ട് അപ്പോൾ തന്നെ കുറച്ചുള്ള, അപ്പോൾ അതൊന്ന് വേഗം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ചെറിയ ഉള്ളിയും പിന്നെ ഉണക്കമുളകും കൂടിയിട്ട് കുത്തിയിട്ടുള്ള അതിട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ചീരയില ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അത് ഒന്ന് ജസ്റ്റ് ഇളക്കിയിട്ട് മൂടി വെക്കുക. വെള്ളം ഒഴിക്കണ്ട. അപ്പോൾ തന്നെ അതൊന്ന് നന്നായിട്ട് വെന്ത് വരും. കിട്ടുമ്പോൾ ചോറിക്കൊക്കെ ഉള്ള കറി പോലെയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കുക. പക്ഷേ ഇതിപ്പോൾ ഞാൻ തേങ്ങ ഇട്ടിട്ട് ഉപ്പേരി പോലെ ആക്കാനാണ് ഉദ്ദേശിക്കണം. അപ്പോൾ അതുകൊണ്ട് പിന്നെ വെള്ളം ഒഴിച്ചിട്ടില്ല. ഒരു 10 മിനിറ്റൊക്കെ മൂടി വെച്ച് വേവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് സോഫ്റ്റായിട്ട് വെന്ത് വരും. 10 മിനിറ്റ് മൂടി വെച്ച് വേവിക്കുക. ഇനിയിപ്പോൾ എടുത്ത് കണ്ടോ നന്നായിട്ട് സോഫ്റ്റായിട്ട് അത് വെന്തിട്ടുണ്ട്. ഒന്ന് നന്നായി മിക്സ് ചെയ്യുക. പിന്നെ പച്ചമുളകായ എരിവിന് വേണ്ടിയിട്ട് നന്നായിട്ട് അതിൽ തന്നെ വെച്ച് ഉടച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു അരപ്പിടി തേങ്ങ അങ്ങനെ വിതറി കൊടുക്കുക. കുറച്ച് വെള്ളം അതിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതൊന്ന് വറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചീരപ്പേരി, ചീരത്തോരൻ, അങ്ങനെ എന്താ ഈ തോരനും ഉപ്പേരി നമ്മൾ ഡിഫറൻസ് എന്താണെന്ന് അറിയില്ല കേട്ടോ. നമുക്കെല്ലാം ഉപ്പേരി തന്നെ. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ റെഡിയാക്കി. ഇനി നമുക്ക് ഡ്രിങ്ക് ആയിട്ടിന്ന് വിംറ്റോ ആണ് ഉണ്ടാക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് വിംറ്റോ ചെയ്യുന്നത്. ഇതിങ്ങനെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല. പാലൊഴിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ആദ്യം കുറച്ച് വിംറ്റോ ഒഴിച്ചു, പിന്നെ വെള്ളം ഒഴിച്ചു. ഇങ്ങനെ സ്മെല്ല് ചെയ്യുമ്പോൾ ഈ ചുമയുടെ കഫ് സിറപ്പൊക്കെ അല്ലേ, അതിൻ്റെ സ്മെല്ലാണ്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഒരു പാക്കറ്റ് പാലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതങ്ങനെ അവിടെ വെച്ചു. ഇനി മുളക് പൊരിക്കാമെന്ന് വിചാരിച്ചു. മുളക് പൊരിച്ചപ്പോൾ ഇതുപോലെയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഗ്ലാസിൻ്റെ വലിപ്പം കുറവുകൊണ്ടാണ് എനിക്കറിയില്ല, നല്ലപോലെ വന്നു. അപ്പോൾ പകുതി ഭാഗമേ ആയുള്ളൂ. അതുകൊണ്ട് കുറച്ചുകൂടി വലിയ ഗ്ലാസ് ആണെങ്കിൽ നന്നാവുമായിരിക്കും. അപ്പോൾ ഞാൻ തല തിരിച്ചൊന്നും കൂടി പിടിച്ച് മുക്കിയിട്ട് പിന്നെ നേരെ എണ്ണയൊക്കെ ഇട്ടിട്ട് അതിന് മീതെ കുറച്ച് മാവ് കൊടുത്തു. ചെറിയ മുളക് കണ്ടോ, അതിൽ ഓക്കെ. മറ്റേത് കുറച്ച് വലിപ്പം കൂടുതലായതുകൊണ്ടാണെന്ന് തോന്നുന്നത്. എനിക്ക് ഫുള്ളായിട്ട് അതിലിങ്ങനെ ഒറ്റടിപ്പ് ചെയ്യാൻ പറ്റില്ല. ചെറുത് ഓക്കെ, ഫുള്ളായിട്ട് അതിൽ ഇറങ്ങിയതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. കുഴപ്പമില്ലാതെ കിട്ടി. മറ്റേതും ഓക്കെ ആയി. അപ്പോൾ ബാക്കിയുള്ള മാവ് ഞാൻ അതിന് മീതെ തന്നെ അങ്ങനെ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഉദ്ദേശിച്ച അത്ര കേടുപാടുകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊന്ന് വറുത്ത് എടുത്ത് അത്യാവശ്യം മരിച്ചിട്ടിട്ട് എന്നാലും കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ പോയ മാവൊക്കെ അപ്പോൾ തന്നെ വേഗം തുറച്ചിടുക, അല്ലെങ്കിൽ നേരത്തെ തന്നെ. പിന്നെ ആ എണ്ണയിൽ തന്നെ നേരത്തെ നമ്മൾ ഉള്ളിവടക്ക് വേണ്ടിയിട്ട് മിക്സ് ചെയ്ത് വെച്ചില്ല, അതും കൂടി വേഗം വെച്ചെടുക്കുക. ഇതിപ്പോൾ സമയം അത്യാവശ്യം ടൈമായിട്ട് ബാങ്ക് കൊടുക്കാനുള്ള ടൈമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 6:25 ആ ടൈമാണ്. അപ്പോൾ പിന്നെ അത് അങ്ങനെ റെഡിയാക്കിയിട്ട് പിന്നെ നമ്മൾ ഡ്രിങ്കിലേക്ക് വേണ്ടിയിട്ട് കസ്കസും പിന്നെ അതുപോലെ ഫ്രൂട്ട്സ്, ആപ്പിളും ചക്കരമത്തി വാട്ടർമെലണും കൂടിയിട്ട് മിക്സ് ചെയ്തു. അതിലേക്ക് ഇട്ട് കൊടുത്തു. അതിൻ്റെ ഒപ്പം തന്നെ ഉള്ളിവട മറിച്ചിട്ട് കൊടുത്തിട്ട് അങ്ങനെ അത് പൊരിച്ചെടുത്തു. അപ്പോൾ എല്ലാം സെറ്റായി. പിന്നെ കുറച്ച് ഫ്രൂട്ട്സും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മുന്തിരി, മുസമ്പി, ചക്രമത്ത, പിന്നെ ഈത്തപ്പഴം വെച്ചു. പിന്നെ നമ്മൾ ഇന്നലെ ഉണ്ടാക്കി അതേപോലെ തന്നെ ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്. കക്കരിക്കയും പാലും ഈത്തപ്പഴം കൂട്ടിയിട്ട് അങ്ങനെ. പിന്നെ ഇത് ടാങ്ക് കലക്കിയതാണ്. അങ്ങനെ അൽഹംദുലില്ലാ നോമ്പൊക്കെ കഴിഞ്ഞു. പിന്നെ ഇശാ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ്
നമ്മൾ വെള്ളപ്പം ഉണ്ടാക്കാൻ നിൽക്കുന്നത്. അത് ചൂട് കൊടുക്കാൻ അങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആവും. വിചാരിച്ച് ലാസ്റ്റത്തേക്ക് വെച്ചതാണ്. ചുട്ട് വെച്ച് കഴിക്കുന്നതിനൊക്കെ നല്ല അപ്പം അങ്ങനെ കഴിക്കുന്നില്ല വിചാരിച്ചിട്ട്. അപ്പോൾ അത് മാവ് കണ്ട നല്ല സെറ്റായിട്ട് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ട്രൈ ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ പിടിച്ചപ്പെടുന്നില്ല. അപ്പോൾ ആദ്യം ഞാനിതുപോലെ കയ്യിലുകൊണ്ട് ഇങ്ങനെ ഇതാക്കി കൊടുത്ത് ഇങ്ങനെ ചുറ്റി കൊടുക്കാനുള്ള മടിക്ക്, കൈ കൊണ്ട് ചുറ്റി കൊടുക്കുന്ന മടിക്ക് ഇങ്ങനെ കയ്യിലുകൊണ്ട് തന്നെ ചെയ്ത് കൊടുത്ത് കുഴപ്പമില്ല. പിന്നെ ഞാൻ അടുത്തത് കൈ കൊണ്ട് ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുക ചെയ്തത്. അപ്പോൾ അതും പെർഫെക്റ്റ്. കുറച്ച് വെള്ളം കുറവുള്ളതുപോലെ തോന്നിയപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത്. ഇത് നമ്മൾ ഒഴിക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒഴിക്കുക. എന്നിട്ട് ഒഴിച്ചിട്ട് ഒരു സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ അത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം കേട്ടോ. അല്ലെങ്കിൽ വേവാതെ ഇങ്ങനെ ഒരു കരിഞ്ഞ പോലെ പോകും. നടു വേവില്ല, പക്ഷെ ഒരു കരിഞ്ഞ പോലെ പോകും. അപ്പോൾ ഇതിപ്പോൾ കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ല രീതിയിൽ കിട്ടി. അപ്പോൾ അത് എടുക്കുക. നല്ല സോഫ്റ്റാണ്. ഇത് പിന്നെ കുറച്ച് കട്ടിയുള്ള ഇതല്ലേ. പിന്നെ ഇപ്പോൾ രണ്ടാമത് അതിൽ വെള്ളം ഒഴിച്ചിട്ട് ഇപ്പോൾ ഓക്കെ. ഇപ്പോൾ അതാണ് ഇപ്പോൾ ഉള്ള ഈ കൺസിസ്റ്റൻസിയാണ് കറക്റ്റ് കേട്ടോ. ഞാൻ കൈ കൊണ്ട് ചുറ്റിച്ചു കൊടുത്തു. കണ്ടോ, ഹോളൊക്കെ നല്ല പെട്ടെന്ന് വന്നു. എന്നിട്ട് അടച്ചൊക്കെ ഫ്ലെയിം ഒന്ന് കുറക്കുക. അടിപൊളി അപ്പം റെഡി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അത്രയൊക്കെ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.